യെസ്, നമുക്ക് അപകടങ്ങൾ റോഡിൻ്റെ പ്രശ്നം കൊണ്ട് അപകടം വരുന്നത് നമ്മൾ ഒരുപാട് ആൾക്കാർ പറയില്ല. റോഡിൻ്റെ പ്രശ്നം കൊണ്ട് അപകടം വരുന്നു. ഞങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചിട്ടെ. ഈ ഒരു പാച്ച് വർക്ക് കണ്ട് നിങ്ങൾ, ഈ ഒരു പാച്ച് വർക്ക് ചില ഏരിയയിൽ നിങ്ങൾ പാച്ച് വർക്ക് ഇങ്ങനെ കാണാം. ഇതിപ്പോൾ അങ്ങത്തോളം ഞാൻ ഇപ്പോൾ പൂക്കോട്ടാവുള്ളൂ കേട്ടോ. ഈ പാച്ച് വർക്ക് ഉണ്ട് അങ്ങത്തോളം റോഡിൻ്റെ, അതായത് റോഡ് പൊളിഞ്ഞേരം പാച്ച് വർക്ക് ആയിട്ട് ഒരു എഡ്ജ് വരുന്നുണ്ട്. നിങ്ങൾ ഈ എഡ്ജ് എത്ര കറി ഈ എഡ്ജ് വരുന്നത്? ഈ എഡ്ജ് ഇതിൽ നമ്മൾ ടൂ വീലറും കൊണ്ട് പോകുമ്പോൾ എന്തിനാലും ഈ എഡ്ജിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സ്കിഡാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര ആൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്? ഇത് അങ്ങത്തോളം ഉണ്ട്, പല സ്ഥലത്തും ഉണ്ടാവും ഈ ഒരു എഡ്ജ് വരുന്നത്. കണ്ടില്ലേ? ഈ ഒരു പാച്ച് വർക്കിൻ്റെ നമ്മൾ എഡ്ജിൽ നമ്മൾ ടയർ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിഡാവും. അത് ഒരുപാട് സ്ഥലത്തുണ്ട് ഈ പരിപാടി. ശ്രദ്ധിച്ച് നോക്കിനാ കേട്ടോ? അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. അതേപോലെ ഞാനിങ്ങനെ ഓട്ടോറിക്ഷക്കാരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓറും പറയുന്നത് ഇത് തന്നെയാണ്. എടാ ഷിബു, ഈ സംഭവം നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനെ പറ്റലുണ്ടാ? ഈ എഡ്ജിൽ അതായത് ഈ ഒരു പാച്ച് വർക്കില്ലല്ലേ? കാലാവധി കഴിഞ്ഞ് എത്രയോ കൊല്ലങ്ങളായി പാച്ച് വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ നമ്മളെ പിന്നാ പോകുന്നത് ഇതിന്റെ ടയറിന്റെ 2500 നമുക്ക് പണി വരും. അത് ശരി, അതിങ്ങനെ പാച്ച് വർക്ക് ചെയ്യുന്നോണ്ടാണ് ഈ ഒരു സ്കിഡായി പോകുന്നത്. സെന്ററിൽ എടുക്കും അല്ലേ? സെന്ററിൽ എടുക്കുമ്പോൾ ഇത് എന്തോ ബാലൻസ് ഉണ്ടാ വണ്ടി മറിയാണ്ട് പോകുന്നത്. ചിലപ്പോൾ ടൂ വീലർ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ആ സ്കിഡാവും. നമ്മൾ ചെറിയ സെന്ററിലൂടെ നമ്മൾ പോകുമ്പോൾ അതിന്റെ എഡ്ജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിഡാവും. വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ഈ റോഡിന്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒന്നിക്കിന്റെ പാച്ച് വർക്ക് ചെയ്യാണ്ട് മൊത്തം റോഡ് ചാർജ് ചെയ്യുക. പകുതി ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൂ വീലർ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഭയങ്കര അപകടമാണ്. അതുപോലെ ത്രീ വീലർ കൊണ്ടുപോകുന്ന ആൾക്കാർ. ഫോർ വീലർ കുഴപ്പമില്ല, ഫോർ വീലർ അങ്ങ് പോയിക്കോളും. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് ശരിയാണ്.